എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു വെൽനസ് വിത്ത് നഴ്സ് ബൈ സീന ജോർജ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹോൾ മീലിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ഒരു ഫുൾ മീൽ എങ്ങനെ കഴിക്കാം, നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും എന്തൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എന്താണ് ഈ ഹോൾ മീൽ അല്ലെങ്കിൽ ഫുൾ മീൽ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ശരീരത്തിന് ഡെയിലി ആവശ്യമായിട്ടുള്ള എല്ലാ പോഷകങ്ങളും നിറഞ്ഞ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഹോൾ മീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ, സീഡ്സ്, നട്ട്സ്, ഇതൊക്കെ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ തുടങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് യാതൊരു കാരണവശാലും മുടക്കരുത്. എല്ലാ ദിവസവും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് എനർജി നൽകുന്ന ഒരു കാര്യമാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കാം. കൂടുതൽ ഓയിലി ആയിട്ടുള്ളത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് പോലെ ഇത് കഴിക്കാം. പക്ഷെ അതിന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്, കുറച്ച് നട്ട്സ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, കുറച്ച് പ്രോട്ടീൻ കിട്ടുന്ന പയർവർഗ്ഗങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുക. ഇത് ഒരുപാട് ആഡ് ചെയ്യാൻ ഞാൻ പറയില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടിയാൽ മതി. കൂടെ നട്ട്സ് ആഡ് ചെയ്യുക. ഈ നട്ട്സ് കഴിക്കുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം രാവിലെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിനുശേഷം ഇതൊക്കെ ഒരു സ്നാക്സ് കഴിക്കുക. സ്നാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേക്കറി ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ചിപ്സ് ഒഴിവാക്കുക. അതിന് പകരം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുക, സാലഡ്സ് കഴിക്കുക, എന്താണ് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കഴിക്കുക. ഇനി നമ്മുടെ ലഞ്ച് എങ്ങനെയാകാം എന്ന് നമുക്ക് നോക്കാം. ലഞ്ചിന് വൈറ്റ് റൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഈ റൈസിന്റെ കൂടെ നമുക്ക് ഫിഷ്, ചിക്കൻ, മീറ്റ് അതൊക്കെ ആഡ് ചെയ്യാം. ഇത് എല്ലാ സാധനവും എല്ലാ ദിവസവും വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഇതിന്റെ കൂടെ ഓരോ ദിവസം മാറി മാറിയിട്ട് നമ്മുടെ ഇഷ്ടം പോലെ, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉപയോഗിക്കുക, ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. പക്ഷെ എല്ലാ ഫുഡും വെൽ കുക്ക്ഡ് ആയിട്ടുള്ളത്, നന്നായിട്ട് കുക്ക് ചെയ്ത സാധനങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഒരു ലഞ്ച് പ്ലേറ്റ് ഹാഫ് ഓഫ് ദ പ്ലേറ്റ് നമ്മൾ റൈസും ഹാഫ് ഓഫ് ദ പ്ലേറ്റ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത്. പിന്നെ ഒരു കാര്യം ഇവിടെ മെൻഷൻ ചെയ്യാനുള്ളത്, നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഫുൾ സ്റ്റൊമക്കിലേക്ക് പോകാതിരിക്കുക, ഒരു ഹാഫ് സ്റ്റൊമക്കിൽ നിർത്തുക. ഹാഫ് സ്റ്റൊമക്ക് ഞാൻ പറഞ്ഞു, നമ്മുടെ വിശപ്പ് മാറുന്നത് വരെ കഴിക്കുക. ഇനി അടുത്തത്, ഈവനിങ് ചായ ശീലമുള്ളവർക്ക് ചായ കുടിക്കുന്നതാണ്. ഇല്ലെങ്കിൽ അതിന് പകരം എന്തെങ്കിലും ചായ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. ചായ ഒരു സ്ഥിര ശീലമാക്കുന്നത് നല്ലതല്ല. ശീലമാക്കിയവർക്ക് നിർത്തുന്നത് ബുദ്ധിമുട്ടാണ്. അത് മിനിമൈസ് ചെയ്യാൻ മാത്രം ശ്രമിക്കുക. പറ്റുന്നവർ ഒഴിവാക്കാൻ ശ്രമിക്കുക, പറ്റാത്തവർ കണ്ടിന്യൂ ചെയ്യുക, പക്ഷെ മിനിമൽ ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, ചായയുടെ കൂടെ വല്ല പലഹാരങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഓയിലി സബ്സ്റ്റൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് കുറയ്ക്കുക. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് വല്ലപ്പോഴൊക്കെ കഴിക്കാം, പോയി കഴിക്കുന്നത് നല്ല ഞാൻ പറയുന്നത്. ഇനി അടുത്തത് ഡിന്നറിന് കുറച്ച് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക. നേരത്തെ പറഞ്ഞ ഒരു ഹാഫ് നമുക്ക് കഴിച്ചാൽ മതി. ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിട്ടിരിക്കണം. കാരണം നമ്മുടെ ശരീരം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നു, ഡൈജഷൻ നടക്കുന്നു. ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് മാത്രം നമ്മുടെ സിസ്റ്റത്തിന് കൊടുക്കുക. ചില പഠനങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നത് അസ്തമയത്തിന് ശേഷം ഡിന്നർ കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. അത് എത്ര പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റുന്നവർ ഫോളോ ചെയ്യുക, ഇല്ലാതെ കുറച്ചുകൂടെ ഏർലി ഡിന്നർ കഴിക്കാൻ ശ്രമിക്കുക. ഇത്രയുമാണ് ഡയറ്റിനെ കുറിച്ച് പറയാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.